ഇന്ന് നമുക്ക് ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ച് പഠിക്കാം. ബഹദൂർ ഷാ രണ്ടാമൻ ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അദ്ദേഹത്തെ ബഹദൂർ ഷാ സഫർ എന്നും അറിയപ്പെടുന്നുണ്ട്. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ആര്? വില്യം ഹോഡ്സൺ. ആരാണ്? വില്യം ഹോഡ്സൺ. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ നിന്നുമാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടായിരുന്നു? റങ്കൂണിലേക്കാണ്. നമ്മുടെ നാനാ സാഹിബിനെ എങ്ങോട്ടായിരുന്നു? നേപ്പാളിലേക്ക്. നാനാ നേപ്പാൾ. ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂൺ. ബഹദൂർ റങ്കൂൺ. ഓക്കെ, റങ്കൂൺ എന്ന് വെച്ചാൽ ബർമ എന്നാണ്. ബർമയാണ് പണ്ട് റങ്കൂൺ എന്നറിയപ്പെട്ടിരുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷം 1862 നവംബറിലാണ്. റങ്കൂണിൻ്റെ പുതിയ പേരെന്താണ്? യാങ്കോൺ. എന്തായിരുന്നു? യാങ്കോൺ എന്നാണ് റങ്കൂണിൻ്റെ പുതിയ പേര്. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയ വർഷം ഒന്നുകൂടെ പറയാം. 1858 ഒക്ടോബർ 7 ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. ബഹദൂർ ഷാ സഫറിനെയും ഭാര്യ ബീഗം സീനത്ത് മഹലിനെയും 1858 ഒക്ടോബറിൽ റങ്കൂണിലെ ജയിലിലടച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റങ്കൂണിലാണ്. ഓക്കെ, ഇനി എന്താണ് ഷാമാൽ? ഷാമാൽ എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. പ്രാദേശികമായി രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഷാമാൽ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാൾ ആക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. 1857 ജൂലൈയിൽ നടന്ന യുദ്ധത്തിൽ ഷാമാൽ കൊല്ലപ്പെട്ടു. ഇനി നമുക്ക് അടുത്തതായിട്ട് ബഹദൂർ ഷാ രണ്ടാമൻ കഴിഞ്ഞു, ഷാമാൽ കഴിഞ്ഞു. ഇനി ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ച് പഠിക്കാം. അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയായിരുന്നു ആര്? ബീഗം ഹസ്രത്ത് മഹൽ. ആരുടെ? അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. 1856 ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാട് കടത്തിയതിനെ തുടർന്ന് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. ഇനി മൗലവി അഹമ്മദുള്ള ഷായെക്കുറിച്ച് പഠിക്കാം. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്ന എന്താണ്? ഡങ്കാ ഷാ എന്നായിരുന്നു. മൗലവി അഹമ്മദുള്ള ഷായം എന്തായിരുന്നു വിളിച്ചിരുന്നത്? ഡങ്കാ ഷാ എന്നായിരുന്നു. പിന്നെ ഇദ്ദേഹം പ്രസിദ്ധമായ ചിൻഹട്ട് യുദ്ധത്തിൽ പോരാടുകയും ഹെൻറി ലോറൻസിൻ്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. ചിലപ്പോൾ ആ ചോദ്യം ചോദിച്ചേക്കാം. പ്രസിദ്ധമായ ചിൻഹട്ട് യുദ്ധത്തിൽ പോരാടുകയും ഹെൻറി ലോറൻസിനുള്ള കീഴിലുള്ള ബ്രിട്ടീഷ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് പറയുന്നത്, ഒന്നാമത്തത് 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? അതാരാണ്? ക്യാനിങ് പ്രഭു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു. ആ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ ക്യാംബെൽ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭു. രാജ്ഞി വിക്ടോറിയ രാജ്ഞി. സൈനിക തലവൻ കോളിൻ ക്യാംബെൽ. അയാളുടെ തലയിലൊരു ബെല്ലുണ്ടായിരുന്നു എന്ന് ഓർമ്മിച്ചാൽ മതി. കോളിൻ ക്യാംബെൽ. സൈനിക തലവൻ്റെ തലയിൽ എന്തുണ്ടായിരുന്നു? കോളിൻ ക്യാംബെൽ. അതുപോലെ ആ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണെങ്കിൽ ക്യാനിങ് പ്രഭു. ഓക്കെ, ഇനി നമുക്ക് ദത്തവകാശ നിരോധന നിയമം നോക്കാം.